ഹലോ എവ്രി വൺ. അർബൻ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ബാക്കി ഒരു പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ സ്ലം ഏരിയാസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്ലം ഡെവലപ്മെൻറ്റ് പോളിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സ്ലമ്മുകളെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുക, അതായത് നിലവിലുള്ള പ്രദേശങ്ങളിൽ നല്ല ശുദ്ധജലം, ശുചിത്വം, വൈദ്യുതി, റോഡുകൾ, അങ്ങനത്തെ ഒരുപാട് നല്ല ജീവിത സാഹചര്യങ്ങൾ നൽകിയിട്ട് അവരെയൊക്കെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ലം ഡെവലപ്മെൻറ്റ് പോളിസി കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓരോ സ്ലം ഏരിയയിലുമുള്ള ആളുകളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റി കൊടുക്കുക. അതുപോലെ ഇപ്പം നമുക്കറിയാം, ഒരു സ്ലം ഏരിയ എന്ന് പറയുന്നത് ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒത്തിരി ആൾക്കാരെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ തന്നെ കുറച്ചുകൂടി മാറ്റി താമസിപ്പിക്കുക, അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നഗരങ്ങൾ കുറച്ചുകൂടി വികസിപ്പിക്കുന്ന രീതിയിൽ ഇവരെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് പകരം ഉണ്ടാവുന്ന സ്ലം ഏരിയാസിനൊക്കെ തന്നെ വൃത്തിയോടുകൂടി കൊണ്ടുപോവുക, നിയമപരമായിട്ട് അവർക്ക് അംഗീകാരം നൽകുക. അതുപോലെ കാലാവധി, ഇപ്പോൾ ഓരോരുത്തരും പുറമ്പോക്ക് ഭൂമികളിലാണ് സ്ലംസ് വരിക നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ളൊരു സംരക്ഷണം നൽകുക എന്നുള്ളത്, അതായത് ഏത് ടൈമും അവർക്ക് ഇവിടെ നിന്ന് പോകാൻ അല്ലെങ്കിൽ അവരെ പുറത്താക്കും എന്നുള്ള രീതിയിലല്ലാതെ ഒരു നിയമപരമായിട്ടുള്ളൊരു സംരക്ഷണം നൽകുക. വേണമെങ്കിൽ ഒരു കാലാവധിയൊക്കെ കൊടുക്കുക, അതായത് ഇത്ര കൊല്ലത്തേക്ക് നിങ്ങളിവിടെ താമസിച്ചോളൂ, പിന്നെ നിങ്ങൾ പോകണം എന്നുള്ള രീതിയിലാവുമ്പോൾ കുഴപ്പമില്ല. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതായത് ഇപ്പോൾ ഒരുപാട് നഗരങ്ങളിലേക്ക് ആളുകൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി വരികയാണല്ലോ. അവരെന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? തൊഴിലവസരങ്ങൾ, അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. വികസനം കൊണ്ടുവരിക, അതായത് കുടിയേറ്റം എന്നുള്ളൊരു കാര്യം, അതായത് ഒരു പ്രഷറായിട്ട് അത് നിൽക്കാണ്ട് കുടിയേറ്റം എന്ന് പറയുന്നത് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് പലതരത്തിലുള്ള വികസന നയങ്ങൾ കൊണ്ടുവരിക. എവിടെ? ഗ്രാമീണ നഗരപ്രദേശങ്ങളെയൊക്കെ. എന്നിട്ട് ഇവർ തമ്മിലൊരു കണക്ഷൻ കൊണ്ടുവരിക, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സമ്പദ് വ്യവസ്ഥയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക, അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് കൊടുക്കുക, ട്രാൻസ്പോർട്ട് വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലമ്മിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് സ്ലം ഡെവലപ്മെൻറ്റ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. NSDP, അതായത് നാഷണൽ സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ലോഞ്ച് ചെയ്തത് 1996 ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അപ്ഗ്രേഡ് സ്ലം ബൈ പ്രൊവൈഡിങ് എമ്യൂണിറ്റീസ് ലൈക്ക് ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സർവീസസ്. അതായത് ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിട്ട് ഓരോ ചേരി പ്രദേശങ്ങളെയും അപ്ഗ്രേഡ് ചെയ്യുക. ഇതിനൊരു 400 crores അസിസ്റ്റൻസ് വന്നിട്ടുണ്ട് കേട്ടോ, അതായത് ആനുവലായിട്ട് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ലോണുകൾ, സബ്സിഡീസ് ഒക്കെ കൊടുക്കുക, അതായത് ലോൺസും സബ്സിഡീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ തന്നെ എക്സ്പോഷർ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ വലിയ സ്റ്റേറ്റ്സിൽ 70% ലോൺ കൊടുക്കുക, 30% സബ്സിഡീസ് കൊടുക്കുക. ഇപ്പോൾ ചെറിയ സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10% ലോണ്, 90% സബ്സിഡി കൊടുക്കുക. അങ്ങനെയൊക്കെ കുറച്ച് നയങ്ങൾ കൊണ്ടുവന്നു. അടുത്തത് വാൽമീകി അംബേദ്കർ ആവാസ് യോജന എന്ന് പറയുന്നത്, വാംബെ എന്ന് പറയും അതിനെ. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭവനങ്ങൾ കുറയുക, അതായത് ഹൗസിങ്ങിൻ്റെ ഒക്കെ തന്നെ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ആളുകൾക്ക് വീടില്ലാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, വീട് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയിൽ, അതായത് ഒരു 300 crores ഇതിൽ ആനുവലായിട്ടുള്ള അസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിക്കലി വീക്കർ സെക്ഷൻസിൽ, അതായത് സ്ലംസിൽ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ റിസർവ്സ്, അതായത് 60% ഫണ്ട്സ് കൊടുക്കുക SC/STസിന്, ഹൗസ് ഹോൾഡ്സിന്, വിമൻസിനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ അവിടെ വീടില്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ആവാസ് യോജനയാണ്, അപ്പോൾ വീട് കൊടുക്കുക എന്നാണ് അതിൽ പറയുന്നത്. അർബൻ ആശ്രയ ഹൗസിംഗ് പ്രോഗ്രാം, ഇതും അതുതന്നെയാണ്, ഹോംലെസ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്സിന് ഹൗസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇതിലൊരു 15 yearsന് ലോണ് കൊടുക്കുക, അപ്പോൾ 40 lakhsൻ്റെ, അതായത് ലാർജർ സിറ്റീസിലൊക്കെ, പിന്നെ 25 lakhs സ്മോളർ സിറ്റീസിൽ കൊടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിലൊരു നമ്മൾ ആരാണ് ഈ ഒരു ഹൗസിംഗ് ലഭിക്കുന്നത്, ഇത് ബെനിഫിഷ്യറീസ്, അതായത് ഇത് ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ, അവരൊരു എമൗണ്ട് ഇതിലേക്ക് ഇടണം. ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാലാണ്, അതായത് അവരും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് എന്നാണ് അതിലൂടെ പറയുന്നത്. അടുത്തത് മൈത്രി ഹൗസിംഗ് സ്കീമാണ്. അത് 1996 മുതൽ 2002 വരെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഹൗസിങ്ങിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ സബ്സിഡീസും ലോൺസും കൊടുക്കുക, അതായത് ഇപ്പോൾ ഒരു ഭവനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോണും സബ്സിഡീസും കൊടുക്കുന്നതിനാണ്. അതുപോലെ തന്നെ ഇതിലൊരു ബെനിഫിഷ്യറീസ് ഇത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. അതുപോലെ ഒരു സ്പെസിഫിക് ഡിസൈനോ അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ്സ് ഒന്നും വേണ്ട, അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം. പക്ഷേ നമ്മൾ ഈ സബ്സിഡീസ് കൊടുക്കും, ലോൺസും കൊടുക്കും, ഇത്ര അവരെന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം.
അടുത്തത് ഭവൻ ശ്രീ ഹൗസിംഗ് പ്രോഗ്രാമാണ്. ഇത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സബ്സിഡി ഫ്രീ ലോൺസ് എന്നാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ ഹൗസ് ഹോൾഡ്സിന് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ലോൺസ് അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുക്കുന്നു. ഇതെന്ന് പറയുന്നത് 30 lakh അല്ലെങ്കിൽ 40 lakhൻ്റെ ഒക്കെ തന്നെ ലോൺസിൻ്റെ റേഞ്ചാണ് ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരു ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് 1.6 സെൻറ്റെങ്കിലും ഭൂമി കൈവശമുള്ളവർക്കാണ്. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ഗ്രാമസഭ വഴിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അതായത് ഇത്ര സെൻറ്റ് ഭൂമി ഉള്ളവർക്കാണ്, ഒരു പഞ്ചായത്തിൽ ഇത്ര സെൻറ്റ് ഭൂമി ഉള്ളവർക്കാണ് ഇത്ര പണത്തിന് അവർ എന്ത് ചെയ്യാൻ പറ്റുക, വീട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഇന്ദിര ആവാസ് യോജന ഇനീഷ്യേറ്റ് ചെയ്തത് 1986 ഇതും ഹൗസിംഗ് ആണ്. റൂറൽ ലാൻഡ്ലെസ്, അതായത് റൂറൽ ഏരിയാസിലുള്ള ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൗസിംഗ് പാറ്റേൺ, അതായത് ഹൗസിംഗ് കൊടുക്കുക. അതുപോലെ SC/STs ഹൗസ് ഹോൾഡ്സ് ഒക്കെ ആയിരിക്കും അതിനുണ്ടാവുക. അതുപോലെ 60% ഫണ്ടും റിസർവ്ഡ്, അതായത് SC/STസിനാണ് അത് കൊടുക്കുന്നത്. നിർമ്മൽ ഭാരത് അഭിയാൻ, ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിനേക്കാൾ ദാറ്റ് മീൻസ് ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസീസ് വേറെ ഉണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് വാംബെ എന്നാണ് പറയുന്നത്. കൺസ്ട്രക്റ്റിംഗ് കമ്മ്യൂണിറ്റി സാനിറ്റേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. സബ്സിഡീസ്, ലോൺസ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാം. അതായത് സാനിറ്റേഷൻ, ശുചിത്വത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ലം ഏരിയയുടെ ശുചിത്വം വർദ്ധിക്കുക, അതായത് അവിടെ ശുചിത്വത്തോടു കൂടി ഇരുന്നാലാണ് അവിടുത്തെ സെക്ടേഴ്സ്, അതായത് അവിടുത്തെ ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നിർമ്മൽ ഭാരത് അഭിയാൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വാട്ട് ഈസ് അർബൻ പോവേർട്ടി എന്നാണ് പറയുന്നത്. അതായത് ആളുകൾ ഒത്തിരി താമസിക്കുന്ന നമ്മൾ ഈ പറയുന്ന വലിയ അർബൻ ഏരിയാസിൽ കാണപ്പെടുന്ന ദാരിദ്ര്യമാണ് നമ്മൾ പറയുന്ന അർബൻ പോവേർട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രി, അതായത് ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അർബൻ പോവേർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ സിറ്റീസിനും അല്ലെങ്കിൽ ഓരോ അർബൻ ഏരിയാസിനും ഓരോ മാനേജേഴ്സ് ഉണ്ടായിട്ട് ആ മാനേജ്മെൻറ്റ് ഇത് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂസ് വരില്ല. അതുപോലെ തന്നെ പല പ്രോഗ്രാംസും ഇവരെ അർബൻ പോവേർട്ടിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. അതുപോലെ പെട്ടെന്നുള്ള റാപ്പിഡായിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് പെട്ടെന്ന് വളരുന്നു, ഒരുപാട് മൈഗ്രേറ്റ്സ് വരുന്നു. സോ അതൊക്കെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നു. അതുപോലെ കുടിയേറ്റം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദരിദ്രർ, നഗരങ്ങളിൽ കൂടുതലും ഈ കുടിയേറി പാർക്കുന്നവരൊക്കെ തന്നെ ദരിദ്രരാണ് എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം, വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയവയൊക്കെ നൽകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇവർക്ക് എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അർബൻ പോവേർട്ടിയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് മൈഗ്രേഷൻ ആണ്. അതായത് അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റമാണ്. അതായത് ഗ്രാമങ്ങളിൽ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഒരുപാട് തൊഴിലവസരങ്ങൾ തേടിയിട്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് അർബൻ പോവേർട്ടി കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു റീസണാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയവയിലൊക്കെ തന്നെ ഒരു നിക്ഷേപമില്ലാണ്ടിരിക്കുന്ന അവസ്ഥ. അതായത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ സ്കില്ല് കാര്യങ്ങളൊന്നും ഡെവലപ്ഡ് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം എന്ന് പറയുന്നത്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളതും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നു. പിന്നെ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ അതൊക്കെ തേടിയിട്ട് ആളുകൾ നഗരപ്രദേശങ്ങളിലേക്ക് വരും. അതുപോലെ തന്നെ അഴിമതി, അതുപോലെ വളരെ മോശമായിട്ടുള്ള നയങ്ങൾ, ബ്യൂറോക്രാറ്റിക്കിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളെ ബേസിക് എമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ബേസിക് സർവീസസ് കിട്ടാതിരിക്കാൻ വേണ്ടി കാരണമാകുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു. അതുപോലെ നമ്മുടെ അർബൻ പോവേർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ എന്തുണ്ടാവില്ല, അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ പണം അഫോർഡ് ചെയ്തിട്ടൊരു ഹൗസോ അല്ലെങ്കിൽ ഒരു പ്ലേസ് പോലും വാങ്ങാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ സ്ലം ഏരിയാസ് കൂടുമ്പോൾ എന്താ പ്രശ്നം, ഇവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നീങ്ങാത്ത രീതിയിലുള്ള എമൗണ്ട് ലഭിക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പോവേർട്ടിയിലായി തന്നെ മാറും. അതുപോലെ തന്നെ പല പരിമിതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതായത് സ്കിൽസ് ഒന്നും ട്രെയിൻഡ് ആവുന്നില്ല. അതുപോലെ നഗരങ്ങളിലെ ദരിദ്രർക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ളൊരു ശമ്പളമില്ലാത്തൊരു ജോലി, അതെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന അർബൻ പോവേർട്ടിയുടെ കോസസ് ആണെന്ന് പറയാം. അർബൻ പോവേർട്ടിയുടെ നേച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുമ്പോൾ അർബൻ പോവേർട്ടി എൻകമ്പോസസ് വേരിയസ് ഡയമെൻഷൻസ് ബിയോണ്ട് ജസ്റ്റ് മെറ്റീരിയൽ ഡിപ്രിവേഷൻ, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ഡിപ്രിവേഷൻ ആൻഡ് ലാക്ക് ഓഫ് ബേസിക് റൈറ്റ്സ്. ഇറ്റ് കൺട്രീസ് ലൈക്ക്
poverty often equated with the income levels, but it extends far beyond that. With approximately a billion people living in informal settlements worldwide, urban poverty manifests several keys. So നമ്മൾ പറയുമ്പോൾ അർബൻ പോവേർട്ടി എന്ന് പറയുന്നത് ഒരു പോവേർട്ടിക്ക് അപ്പുറം മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സിൻ്റെ അഭാവമാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരാൾക്ക് നല്ല അയാളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിറവേറ്റാനുള്ള ഇൻകം ഇല്ലെങ്കിൽ അയാൾ പോവേർട്ടിയിലാണ്. സോ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ ഏരിയാസിൽ പോവേർട്ടിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പുവർ ഹൗസിങ് കണ്ടീഷൻസ് ആണ്. അതായത് മോശമായിട്ടുള്ള പാർപ്പിട സാഹചര്യങ്ങൾ, അതായത് ശുദ്ധജലമോ ശുചിത്വമായിട്ടുള്ള സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത അഭാവത്തിലുള്ള ഒരുപാട് പാർപ്പിടങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഈ റിസ്ക് ഓഫ് എവിഷനാണ്. അതായത് നമ്മൾ ഈ കുടിയേറി പാർത്തിരിക്കുന്ന സ്ലം ഏരിയാസിലൊക്കെ ആൾക്കാർക്ക് എപ്പോഴും അവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് അവർ കുടിയൊഴിക്കപ്പെടും. അതായത് അവിടെ നിന്ന് കുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്, അപ്പോൾ കുടി ഒഴിപ്പിക്കപ്പെടുക വെച്ച് കഴിഞ്ഞാൽ വീട് ഒഴിപ്പിക്കപ്പെടുക. അവർക്ക് എന്ത് ചെയ്യുക, അവിടെ താമസിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതും വലിയൊരു ഇഷ്യൂ ആണ്. അതുപോലെ ആവശ്യ സേവനങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥ, അപര്യാപ്തമായിട്ടുള്ള വിദ്യാഭ്യാസം. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരവും ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച്, പിന്നെ കാലാവസ്ഥയുടെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ എപ്പോഴും നഗരത്തിൽ ഒരുപാട്, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചെന്നൈയിലൊക്കെ ഫ്ലഡ് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. അതുപോലെ പലതരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം മൂലം ഈ അർബൻ ഏരിയാസിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഈ അർബൻ പോവേർട്ടി കുറയ്ക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത്. സോ അതിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയ്മെൻറ്റിനെ കൊണ്ടുവരിക, അതായത് നല്ല ഉൽപ്പാദനക്ഷമതയുള്ള തൊഴിൽ മെച്ചപ്പെടുത്തുക. അതായത് പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ നല്ലൊരു വരുമാന സ്രോതസ്സിലൂടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് ആൻഡ് വെൽഫെയർ സർവീസസ്, അതായത് ആരോഗ്യവും അതുപോലെ മറ്റ് സേവനങ്ങളിലൊക്കെ തന്നെ മെച്ചപ്പെടുത്തുക. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സോഷ്യലായിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടാകുന്നത് അവർക്ക് നല്ല ഹെൽത്തിൻ്റെയും അതുപോലെ വെൽഫെയർ സർവീസസിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റിലൂടെയാണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്ന വികസനം എന്ന് പറയുന്നത്. സ്ലം റീഹാബിലിറ്റേഷൻ, അതായത് ചേരിയൊക്കെ പുനരധിവസിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സുരക്ഷിതവും നല്ല മാന്യവുമായിട്ടുള്ളൊരു പാർപ്പിടം നൽകുക. എന്നിട്ട് ചേരി പ്രദേശങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി പുനരധിവസിപ്പിക്കുക. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൊടുക്കുക. ഗവൺമെൻറ് കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങിച്ചെന്ന് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല അവർക്ക് എന്താണ് ആവശ്യം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അർബൻ പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ ഓരോ സ്കീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അടൽ മിഷൻ ഫോർ റീജനറേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അതായത് അമൃത് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഇനി ലാസ്റ്റ് മൊഡ്യൂളിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ലോഞ്ച്ഡ് ടു ഫെസിലിറ്റേറ്റ് ഈസ് ഓഫ് ലിവിങ് 500 cities by providing tap and sewer connections, aim to ensure every household has access to tap water and sewerage connection. അതായത് ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അഴുക്ക് ചാല് അതുപോലെ ടാപ്പ് ഇതൊക്കെ നൽകിക്കൊണ്ട് എല്ലാ വീടുകളിലും എന്ത് ചെയ്യുക, ടാപ്പ് വെള്ളം, അതായത് ജലസേചനത്തിനുള്ള കാര്യങ്ങളും അതുപോലെ ഡ്രൈനേജിൻ്റെ സിസ്റ്റം, അതുപോലെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതൊക്കെ തന്നെ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യ സേവനങ്ങൾ നൽകുക. വിപണിയിലേക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഈ സ്ലം ഏരിയാസിലുള്ള അവരുടെ കുറച്ചുകൂടി സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ട് അവരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ അടുത്ത വേണമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. അതായത് രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് 2022 കൂടിയിട്ട് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ജൽ ജീവൻ മിഷനെ കുറിച്ചിട്ടാണ്. ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിതരണത്തിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക. എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഏരിയാസിലും നല്ല വെള്ളം എത്തിക്കുക. പ്രവർത്തനക്ഷമമായിട്ടുള്ള ടാപ്പുകൾ, അതായത് വെള്ളം വരുന്ന ടാപ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ആക്ച്വലി നമ്മൾ കേട്ടിട്ടുണ്ടാവും ടാപ്പ് മാത്രമേ ഉള്ളൂ വെള്ളമില്ല എന്ന്, അതുപോലെയാണ്. അപ്പോൾ ടാപ്പ് എല്ലാവിടെയും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മലിനജലം അല്ലെങ്കിൽ അതൊക്കെ ഒഴുക്കി വിടാനുള്ള ചാലുകളുടെ കേസൊക്കെ റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒരുപാട് ഈ ജൽജീവൻ മിഷൻ ഇങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ അർബൻ പുവറാണ്. അതായത് അവരെ കുറച്ചുകൂടി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് അവരെന്ത് ചെയ്യുക, കുറച്ചുകൂടി
അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരുടെ കഴിവുകളും പരിശീലനവും അഭിരുചിയും ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, അവരുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ മറ്റൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലുള്ള ഒരു സ്ലമ്മിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് സ്ലമ്മിൻ്റെ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ട് അവർ. വാട്ട് ഈസ് അർബൻ ക്രൈം എന്നാണ് പറയുന്നത്. ഇത് അർബൻ ക്രൈം എന്ന് പറയുന്നത് എപ്പോഴും നഗരത്തിൽ സ്ലം ഏരിയാസിൽ, ഇപ്പോൾ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഓരോ ചേരിയിൽ ഗുണ്ടകൾ വളർന്നു വരുന്നു, അങ്ങനെ അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നഗരപ്രദേശങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി അക്രമവും കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. അതായത് ചില ആളുകൾ എപ്പോഴും അവരവിടെ അവഗണിക്കപ്പെടുന്നു, അതായത് മറ്റുള്ളവർ അവരെ മോശമായിട്ട് കാണുന്നു, അവഗണിക്കപ്പെടുന്നു, അവർക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുപോലെ എപ്പോഴും നഗരങ്ങളെന്ന് പറയുന്നത് തിരക്കേറിയതും കുറച്ചുകൂടി വൈവിധ്യമാർന്നിട്ടുള്ള കുറേ സവിശേഷതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുപോലെ നഗരപ്രദേശങ്ങളുണ്ടാകുന്ന പോവേർട്ടി, ഇനക്വാളിറ്റി, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യും, പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനും ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് ആളുകൾ എത്തിപ്പെടാനും കാരണമാവുന്നു. ഇപ്പോൾ മോഷണം, ആക്രമണം, കൊലപാതകം, തീവ്രവാദം, പിന്നെ മയക്കുമരുന്നിൻ്റെ വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ഈ ഒരു അർബൻ ക്രൈംസിൽ ആളുകൾ, അതായത് അർബൻ ഏരിയാസിലുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പോവേർട്ടിയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സ്ലം ഏരിയാസിൽ താമസിക്കുന്ന ആളുകളാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നഗരങ്ങൾ എന്ന് പറയുന്നത് കുറ്റകൃത്യം എന്ന് പറയുന്നത് ഇപ്പോൾ മോഷണമാവാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിയാവാം, ഉപദ്രവിക്കുന്നതാവാം, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ കുറേ കുറ്റകൃത്യങ്ങൾ നമ്മൾ ഈ പറയുന്ന അർബൻ ക്രൈമിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മേജർ റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള അർബൻ്റെ ഗ്രോത്താണ്, അതുപോലെ പോവേർട്ടിയും ഇനക്വാളിറ്റിയും ഉണ്ടാവുന്നത് മൂലം, അതുപോലെ തന്നെ അതിവേഗം വളരുന്ന നഗരങ്ങൾ, അതായത് അവരുടെ സുരക്ഷാ ആവശ്യങ്ങൾ, ഇതൊന്നും ഗവൺമെൻറ്റിന് നിറവേറ്റാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ക്രൈം കൂടാൻ വേണ്ടി കാരണമാവുന്നു. പിന്നെ മോശമായിട്ടുള്ള അർബൻ പ്ലാനിങ്, അതുപോലെ എങ്ങനെയാണ് ഓരോ സ്ഥലവും നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്നത്, അത് കുറ്റകൃത്യങ്ങൾക്ക് കാരണമാവുന്നുണ്ടോ ഒന്നും നോക്കുന്നില്ല. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മോഷണം, പിടിച്ചുപറി, ഇതിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ടിരിക്കുമ്പോൾ വന്ന് പെട്ടുപോകാന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അർബൻ ക്രൈംസിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഈ ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല തരത്തിലുള്ള ലോസ് കാര്യങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ പോലീസിങ്, അതായത് മെച്ചപ്പെട്ട പോലീസിങ് സംവിധാനങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതുപോലെ പോലീസിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, അതായത് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ യൂത്തിൻ്റെ അവയർനെസ് പ്രോഗ്രാംസ് കൊണ്ടുവരിക, കുറച്ചുകൂടി ജുഡീഷ്യൽ സിസ്റ്റം, അതായത് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക, അതായത് പോലീസ് സർവീസസും അതുപോലെ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തുക. പിന്നെ അർബൻ പ്ലാനിങ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുക, സോഷ്യൽ ക്യാപിറ്റൽ സ്ട്രെങ്തനിങ്, അതായത് കുറച്ചുകൂടി കമ്മ്യൂണിറ്റീസിനെയൊക്കെ തന്നെ എംപവർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. നല്ല ഒരു എൻവയോൺമെൻറ്റിൽ താമസിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ക്രൈമിലേക്ക് പോകാൻ വേണ്ടി തോന്നില്ല. അതുപോലെ തന്നെ അർബൻ പോവേർട്ടിയൊക്കെ തന്നെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതായത് നഗരത്തിലെ ദരിദ്രർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നൽകാനും പാർപ്പിടം നൽകാനൊക്കെ തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രൈം കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ടോട്ടൽ അർബൻ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത്.